തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് കണ്ണത്തിന്റെ UDF സ്ഥാനാർത്ഥി, പ്രഗത്ഭനായ UDF സ്ഥാനാർത്ഥി സുരേന്ദ്രനൊപ്പമാണെന്ന് കെ ന്യൂസ്. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രവർത്തനം ഊർജിതമായി നടത്തിയിട്ടുണ്ട്. തീർച്ചയായും വിജയപ്രതീക്ഷയിലാണോ? 101% വിജയപ്രതീക്ഷ. അതായത് പ്രവർത്തകരെ ഐക്യജനാധിപത്യ മുന്നണി ഏറ്റവും കെട്ടുറപ്പിലും സെറ്റപ്പിലും കണ്ണത്ത് വാർഡിൽ അതുപോലെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഏറ്റവും നല്ല വിജയം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം ഇവിടം UDFന്റെ ഉരുക്കുകോട്ട തന്നെയാണ്. മുൻകാലങ്ങളിൽ നല്ല നല്ല നേതാക്കന്മാരെയൊക്കെ ജയിപ്പിച്ചു വിട്ട് പ്രാഗൽഭ്യം തെളിയിച്ച കണ്ണത്ത് വാർഡിൽ ഞങ്ങൾ 100% ജയിച്ചു കിടക്കുകയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പ്രവർത്തകർക്ക് അത്രയും ആഹ്ലാദത്തിലാണ്. കണ്ണത്ത് വാർഡിന്റെ വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാക്കാൻ വരാൻ പോകുന്ന UDF ഭരണസമിതിക്കൊപ്പം ജനപ്രതിനിധിയായി ഇക്കുറി വാർഡ് തിരിച്ചുപിടിച്ച് വൻ ഭൂരിപക്ഷത്തിൽ സുരേന്ദ്രനെ വിജയിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 തവണ തുടർ ഭരണത്തിലൂടെ സംസ്ഥാനവും 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്തും LDF ഭരിച്ചപ്പോൾ പാഴ്വാഗ്ദാനങ്ങളുടെയും ഫ്ലക്സ് വിപ്ലവങ്ങളിലൂടെയും ഏറ്റവും അധികം കൊട്ടിഘോഷിക്കപ്പെട്ട നാടാണ് കണ്ണത്ത് പ്രദേശം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തള്ളിനപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെയോ ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഭാവിയിൽ നാടിന് ഗുണകരമാകേണ്ടുന്ന ഏതെങ്കിലും ഒരു വികസന പദ്ധതി നടപ്പിലാക്കിയതായി ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് LDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് UDF ആരോപിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടം പറഞ്ഞുകൊണ്ടാണ് LDF ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നാടിൻ്റെ സമ്പൂർണ്ണ വികസനം, കണ്ണത്ത് വാർഡിൻ്റെ സമ്പൂർണ്ണ വികസനമാണ് UDF കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ പറയണത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 5 വർഷം അതൊരു മുരടിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. കാരണം അതിൻ്റെ മുന്നിലുള്ള ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ചത് അവിടെ ഇവിടെ തൊഴിയിട്ടില്ല. കുറച്ച് വികസന പദ്ധതി അല്ലാതെ, ഫ്ലക്സ് യുദ്ധം അല്ലാതെ കണ്ണത്ത് വാർഡിൽ വേറെ ഒന്നും നടന്നിട്ടില്ല. വർത്തമാന മാധ്യമങ്ങളിൽ പരസ്യം മാത്രമേ നടക്കുള്ളൂ. എത്രങ്ങാനും റോഡുകൾ പൂർത്തീകരിക്കാണ്ട്, കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാണ്ട്, അതിനൊക്കെ ഐക്യജനാധിപത്യ മുന്നണിൻ്റെ പ്രഗത്ഭരായ ആൾക്കാർ വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം മത്സരിക്കുന്നത് VP ജസീറ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്തഫ അബ്ദുൽ ലത്തീഫ് മത്സരിക്കുന്നുണ്ട്, അപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ ഉള്ളവനും മത്സരിക്കുന്നുണ്ട്. ഈ 3 തലത്തിലുള്ള പഞ്ചായത്തുകളും വിജയിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും കണ്ണത്തിനെ ഏറ്റവും നല്ല, കരുവാരകുണ്ട് ഏറ്റവും നല്ല വികസിതമായ ഒരു മേഖലയ്ക്ക് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. എല്ലാ ആൾക്കാരും ഒപ്പം നിൽക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. നാമമാത്രമായ ക്ഷേമ പദ്ധതികളും ഗുണഭോക്തൃ വിഹിതങ്ങളും MLAയുടെയും UDFന്റെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതവും ഉപയോഗിച്ച് തികച്ചും പക്ഷപാതപരമായി മുഖം നോക്കി വീതം വെച്ച് നൽകി എന്നതൊഴിച്ച് ഇത് സംസ്ഥാന ഭരണ വിഹിതമാണ്, ഇത് ഗ്രാമപഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച വികസന പദ്ധതിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നും കണ്ണത്ത് വാർഡിൽ ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ 5 വർഷം LDF ഭരണസമിതി പല വാഗ്ദാനങ്ങളും നൽകി ഇവിടെ ഭരണത്തിലേറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഭരണസമിതിയാണ് നിലവിൽ. ഇക്കോ ടൂറിസം വില്ലേജിൽ ഇത് മണൽ വാരെന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂർ കൊണ്ട് ഞങ്ങളത് പൂർത്തീകരിക്കുന്ന തെരഞ്ഞു പോയാൽ ഇതുവരെ 5 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഭരണസമിതിയാണ് നിലവിൽ. അതേപോലെ 300 കോടി രൂപ റോഡുകൾക്ക് മുൻപുള്ള ഫണ്ടൊക്കെ ലാപ്സാക്കി കളഞ്ഞതൊക്കെ നമ്മളെ മുന്നിലാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥന. കണ്ണത്ത് വാർഡിന്റെ സമഗ്ര വികസനത്തിനായി നിരവധിയായ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുണ്ടെന്നും തന്നെ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നതിലൂടെ UDFന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതോടെ നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടപ്പെട്ട വികസനങ്ങളെല്ലാം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അതിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പറയുന്നത്. കണ്ണത്ത് വാർഡിൻ്റെ സുഖദുഃഖങ്ങളിൽ എന്നും നിങ്ങളിൽ ഒരുവനായി ഉണ്ടായിട്ടുണ്ടെന്നും തുടർന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നുമാണ് സുരേന്ദ്രൻ കണ്ണത്ത് വാർഡിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. തീർച്ചയായും കണ്ണത്ത് വാർഡിന്റെ ജനപ്രതിനിധി ഇക്കുറി UDF സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ആയിരിക്കുമെന്നാണ് നാട്ടുകാർ
കെ ന്യൂസിനോട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. കണ്ണത്ത് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ടി കെ സുരേന്ദ്രനെയും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന VP ജസീറ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്തഫ അബ്ദുൽ ലത്തീഫ് എന്ന് 3 പേരെയും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഒരു വലിയ വാർഡായിരുന്നു കണ്ണത്ത് വാർഡ്. ഈ കഴിഞ്ഞ 5 വർഷം കണ്ണത്തുകാർക്ക് റീൽസും ഫോട്ടോഷൂട്ടും അല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല. ഫേസ്ബുക്കിലൂടെയുള്ള ഈ തള്ളലല്ലാതെ വികസനത്തിൽ കണ്ണത്ത് വാർഡ് 10 വർഷം പിറകോട്ട് പോയിരിക്കുകയാണ്. ഈ 10 വർഷത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആയിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. 6 മാസം കൂടെ കഴിഞ്ഞാൽ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ഭരണം UDFന് തന്നെയായിരിക്കും. അപ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ, സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വികസന പ്രവർത്തനം കണ്ണത്ത് വാർഡിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഈ 5 വർഷം നമുക്ക് കണ്ണത്ത് വാർഡിനൊരു തീരാ നഷ്ടമാണ് ലഭിച്ചത്. ഒരു നാമമാത്രമായ തുക മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഫേസ്ബുക്കിലൂടെ വല്ലത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ണത്ത് വാർഡിലേക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ വലിയൊരു വികസന പ്രവർത്തനങ്ങൾ കോടിയുടെ മുകളിൽ നമ്മളിവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് വ്യക്തമായ രേഖയും കണക്കും ഒക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഈ വർഷം നടത്തിയതിൻ്റെ വ്യക്തമായ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ വർഷം എത്രയാണ് ഈ വാർഡിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 5 വർഷം നടത്തിയതും അതിൻ്റെ മുമ്പത്തെ 5 വർഷം നടത്തിയതും കണ്ണത്തുകാർ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അറിയാം നിങ്ങൾക്ക് കണ്ണത്തുകാർക്ക് എന്താണ് വികസന പ്രവർത്തനത്തിൽ ഇവിടെ കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ കണ്ണത്ത് വാർഡിനെ അവഹേളിക്കുകയും ഇല്ലാതെയാക്കുകയും മാത്രമാണ് ഈ 5 വർഷം നമുക്ക് കിട്ടിയത്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും കണ്ണത്ത് വാർഡിലേക്ക് ലഭിച്ചിട്ടില്ല. ഈ ത്രിതല പഞ്ചായത്തിൽ നിന്നും മറ്റു പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഇതിന് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വരെ നമ്മൾ കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് നമ്മൾ വാർഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ 10 വർഷം ഭരിച്ചിട്ടും സംസ്ഥാന ഭരണമുണ്ടായിട്ടും പഞ്ചായത്ത് ഭരണമുണ്ടായിട്ടും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 കോടി രൂപ കയ്യിൽ കൊടുത്തിട്ട് ഇതിന് സ്ഥലം വാങ്ങി ഞങ്ങളൊരു സബ്സ്റ്റേഷൻ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ 5 വർഷമായിട്ടും അതിന് ശ്രമിച്ചിട്ട് പോലുമില്ല ഈ LDFൻ്റെ സർക്കാർ ഇവിടെ. പിന്നെയോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ, അതായത് ജനങ്ങൾക്ക് ഞങ്ങളുടെ 10 വർഷത്തെയും ഈ 5 വർഷത്തെയും ഭരണം കൊണ്ട് ഇന്നത് നേടിയെന്ന് കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു വസ്തു കരുവാരകുണ്ട് പഞ്ചായത്തിൽ കൊടുന്നതായിട്ട് തെളിയിക്കട്ടെ. ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നത് ടാങ്ക് പൊട്ടിയിട്ട്, ഇവിടേക്ക് പോയിരുന്ന കുടിവെള്ള പദ്ധതി ടാങ്ക് പൊട്ടിയിട്ട് വർഷങ്ങളായി. അതിനൊരു 10 ലക്ഷം രൂപ നീക്കി വെക്കാൻ പോലും ഇല്ലാതെ ഇന്നും കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു 35 ലക്ഷം രൂപ ചെലമ്പിലക്കയിൽ കുടിവെള്ള പദ്ധതി മുടക്കി എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ തുള്ളി വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 വർഷം കൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഹൗസ് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇനിയും ലക്ഷങ്ങൾ ചിലവാക്കണം. ഒരു ഹൗസ് കണക്ഷൻ കൊടുത്ത് വെള്ളം കിട്ടണമെങ്കിൽ അതും കൊടുത്തു എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്കിലൂടെ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ തള്ളുകയല്ലാതെ തുള്ളി വെള്ളം ഇന്ന് ആ നാട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. മണൽ വാരാ എന്ന് പറഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ കൊണ്ട് മണൽ വാരാ എന്ന് പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു കൊട്ട മണൽ പോലും എന്ന് വാരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് LDFൻ്റെ 5 വർഷത്തെ ഭരണം എന്നത്. പിന്നെ ഫെസ്റ്റുകൾ നടത്തി, അതുകൊണ്ടൊക്കെ ലാഭം ആർക്കാ കിട്ടിയുള്ളത് പൊതുജനങ്ങൾക്കറിയാം. നമ്മളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ആ ബോധം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നുണ്ട്, കണ്ണത്ത് കാണുന്നുണ്ട്. പഞ്ചായത്തിൽ മൊത്തം 24 വാർഡും UDFൻ്റെ കയ്യിലെത്തുന്ന വിധത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത്. യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് ഭരണം 24 UDFന് കിട്ടും. അതുപോലെ ബ്ലോക്ക് ഭരണം കിട്ടും, ജില്ലാ പഞ്ചായത്ത് ഭരണം 6 മാസം കഴിഞ്ഞാൽ കിട്ടും. സംസ്ഥാന ഭരണത്തിൻ്റെയും ആ ഗുണം ഞങ്ങൾ കണ്ണത്ത് വാർഡിൽ കാണിക്കും. സുരേന്ദ്രനിലൂടെ ഞങ്ങൾ കാണിച്ചു തരും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിയുടെ അംഗീകാരമായ വോട്ടവകാശം കോണി അടയാളത്തിന് നൽകി സുരേന്ദ്രനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മികച്ച സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേന്ദ്രൻ. UDFൻ്റെ കർമ്മധീരനായ പോരാളിയാണ്. അതുകൊണ്ട് തന്നെയാണ് UDF ഇത്തവണ ഈ സംവരണ വാർഡിൽ സുരേന്ദ്രനെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. UDF ഒറ്റക്കെട്ടായി നിന്ന് സുരേന്ദ്രനിലൂടെ കണ്ണത്തിന് ആവശ്യമായ കഴിഞ്ഞ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട വികസനം കൊണ്ടുവരുമെന്ന കാര്യത്തിലും സംശയമില്ല. കെ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ജാബിറിനൊപ്പം ഉമ്മച്ചൻ. എല്ലാവർക്കും ആശംസകൾ.